എന്തുകൊണ്ട് ഞാൻ സന്ദർശിക്കാനായി പോയി? നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം, യാതൊരു സംശയവുമില്ല. നിയമവാഴ്ചയുള്ള രാജ്യത്ത് ആര് കുറ്റം ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും അതിൻ്റെ വ്യവസ്ഥാപിതമായ നിയമത്തിലൂടെയാണ് പോകേണ്ടത്. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. എന്തുകൊണ്ട് ഇവരിങ്ങനെ പ്രകോപിതരായി എന്നെനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടത് മറ്റൊന്നും കൊണ്ടല്ല. ഒരു കോടതി, ദർ ഇസ് നോ അയോട്ട ഓഫ് എവിഡൻസ്, തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് പറയുന്ന 91 പേജുള്ള ഒരു വിധിന്യായം എഴുതി കഴിഞ്ഞപ്പം അതിനോട് അപ്പീൽ പോകേണ്ടവർക്കുണ്ടെ പോകാം. പക്ഷേ അതിനെപ്പറ്റി ഇന്ന് രാവിലെ എന്താ പറഞ്ഞ്? പരമകള്ളനാണ്. ഗോവിന്ദ മാഷ വാക്കാ, പെരുങ്കള്ളനാണ്. പെരുങ്കള്ളൻ എന്ന് ചിത്രീകരിക്കുമ്പം അപ്പം കോടതിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? നിങ്ങളുടെ നിലപാടെന്താ? തന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം, ഒരു സംശയവുമില്ല. ഞാനതിൻ്റെ എതിരുമല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ലോകത്തേറ്റവും കൂടുതൽ ഈശ്വരവിശ്വാസികൾ ഒന്നിച്ച് കൂടുന്ന, ഏറ്റവും കൂടുതൽ ആൾ വരുന്ന ഏത് മതമെടുത്താലും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, നമ്മുടെ തിരുപ്പതി ഉൾപ്പെടെ, അല്ലെ ബദൽഹേമോ, എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിയുള്ളൂ, ശബരിമലയാണ്. ഈശ്വരവിശ്വാസത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സീസണിൽ എത്തുന്ന സ്ഥലം ലോകത്ത് ഒന്നാം സ്ഥാനമുള്ളത് ശബരിമലയ്ക്കാണ്. അതിൻ്റെ സങ്കല്പമനുസരിച്ച് ആ വിഗ്രഹത്തിൻ്റെ, ആ ദേവൻ്റെ പിതൃസ്ഥാനീയനാണ്. അപ്പം അങ്ങനെയുള്ള അവിടെ 18-ാം തീയതി പറഞ്ഞു, ഒരു കാരണവശാലും ഈ ആരെയും കൊണ്ടുവന്നാൽ ഞാനത് ചെയ്യില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. അന്നത്തെ മാതൃഭൂമിയുടെ, മനോരമയുടെ എല്ലാ പത്രങ്ങളുടെയും കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അതിനെപ്പറ്റി ഒരു നിയമോപദേശം വേണമെന്ന ഘട്ടമെത്തിയപ്പോൾ ആ നിയമോപദേശം ഞാൻ നൽകി. ഞാൻ അന്ന് BJP പ്രസിഡന്റ് എന്ന നിലയിലല്ല, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു. ആ ചോദിച്ചതിന് ഞാൻ ഉത്തരം നൽകി. ഒരു കാരണവശാലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇത് നിലനിൽക്കില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വേണമെങ്കിൽ സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടാവണം. തന്ത്രിയോട് ഇന്ന് ഡയറക്റ്റ് ചെയ്യാനായിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞത് വയലേറ്റ് ചെയ്താൽ കണ്ടംപ്റ്റ് വരും. ഈ കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞ വാക്കുകളും എല്ലാം ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സാറ് ഉറപ്പ് തന്നത് മതി. അങ്ങനെ അടച്ചിട്ടു. അന്ന് ഈ 2 സ്ത്രീകളെയും കൊണ്ട് പോയപ്പം ഏറ്റവും വലിയ ഇല്ലീഗൽ തിങ് ഇൻ ദ കേരള, പോലീസിൻ്റെ നിയമം അനുസരിച്ച് നിങ്ങൾ പോലീസ് മാനുവൽ നോക്കിയാൽ, പോലീസ് ആക്ട് നോക്കിയാൽ, പോലീസിൻ്റെ യൂണിഫോം ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനല്ലാതെ മറ്റൊരാൾ അണിയാൻ പാടില്ല. ഈ 2 പേരെയും പോലീസിൻ്റെ യൂണിഫോം അണിയിച്ച് മറ്റേ ഇരുമുടി കെട്ടുമായിട്ടാണ് പോയത്. കെട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ പത്രങ്ങളെ ആശ്രയിച്ച് ഞാൻ പറയുന്നത്. അതിനകത്തുണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. നല്ല പദങ്ങൾ പറയാം. അന്നുണ്ടായിരുന്നത് ഒന്നുമല്ല, തേങ്ങയോ മലരോ ഒന്നും ആയിരുന്നില്ല. അവർ മറ്റു പല സാധനങ്ങളുമായിട്ടാണ് പോയത്. അതെത്തും. അത് 18-ാം പടിയുടെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും ആ ഭാഗം 18-ാം പടി സീല് ചെയ്തു. ഇന്ന് വരെ ആരും ഉപയോഗിക്കാത്ത വാക്കായിരുന്നു ഉപയോഗിക്കും. സീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിശ്വാസിക്കും 18-ാം പടിയിലേക്ക് പോകാൻ പറ്റില്ല. ഈ ബലപ്രയോഗത്തിൽ അവർ മുതിർന്നപ്പോൾ വേറൊരു മാർഗവുമില്ല. അദ്ദേഹം നടയടച്ചു. അവിടുത്തെ പരികർമ്മികളെല്ലാം കൂടെ വന്ന്, വിശ്വാസികളല്ല, അയ്യപ്പ ഭക്തന്മാർ വരുന്നവരല്ല, അവർ 18-ാം പടി വന്നിരുന്നുകൊണ്ട് തന്നെ ചെറുത്ത് തോൽപ്പിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം കേരളത്തിലെ ഭരണ സംവിധാനത്തിൻ്റെ തലവൻ, ആഭ്യന്തര വകുപ്പിൻ്റെയൊക്കെ ചുമതലയുള്ളവർ പ്രോസിക്യൂട്ട് ചെയ്യുന്നു ഗൂഢാലോചനയ്ക്ക്. പ്രോസിക്യൂഷൻ. ഇപ്പോൾ പ്രോസിക്യൂഷൻ വന്നാൽ എന്ത് വരുമെന്നുള്ളത് അത് അതിനുവേണ്ടി ഉപദേശം കൊടുത്ത് ഞാനും തന്ത്രിയും ചേർത്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനെ ചേർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ വിവരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാനിത് നിങ്ങളിപ്പോൾ ഇവർ പറയുന്ന മറ്റേനെ പറ്റിയാണല്ലോ. മറ്റേ ജാമ്യം കൊടുത്തതിന് ഒറ്റ വാക്കിലല്ലേ അവർ പറഞ്ഞ അപ്പീൽ കൊടുക്കുന്നു, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ബാക്കിയെല്ലാം പറഞ്ഞത് ഈ സംഭവത്തെ പറ്റിയാണ്, തന്ത്രിയെ പറ്റിയാണ്. തന്ത്രിയെ ഈ കേസിൽ പ്രതിയാക്കിയത് ഇപ്പോഴത്തെ ബെയിൽ ആപ്ലിക്കേഷനിലെ വിധി വന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ. അതിനപ്പുറം നമുക്ക് ആർക്കും പറ്റില്ല. 2 ജഡ്ജിമാരും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ മാത്രമാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആ സമയത്ത് മറ്റുള്ള വക്കീലുമാരോ ആർക്കും അവിടെ ആ കോടതി ഇരിക്കാറില്ല. അതുകൊണ്ട് നമുക്കറിയില്ല. റിമാൻഡ് റിപ്പോർട്ടും
FIRും അങ്ങനെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറയുന്നു ഇയാൾക്കൊരു തെളിവിൻ്റെ ലെവലേഷൻ പോലും ഇല്ലയെന്ന് പറയുമ്പം 41 ദിവസം എന്തിനാണ് ഒരാളെ പിടിച്ചിട്ടതെന്നല്ലേ ചോദിക്കേണ്ട ചോദ്യം. ഞാനത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേസ് അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഞാൻ ഒരിക്കലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയോ കോടതിയോ ഒന്നും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ നടക്കുന്ന അല്ല അത് അതിനെന്താ അതിനെതിരെ പറഞ്ഞില്ലല്ലോ. റദ്ദാക്കണമെന്ന് ആര് പറഞ്ഞു? FIR റദ്ദാക്കട്ടെ, ഈ പ്രതികളെല്ലാം വിടണോ? അവിടെ അതാ പറഞ്ഞ നിയമവാഴ്ചയിൽ നിയമപ്രകാരം അത് പോകട്ടെ. അല്ല, ഞാൻ പറഞ്ഞ അന്നത്തെ പ്രതികാരം, അന്ന് കേരളത്തിൻ്റെ ഏറ്റവും തലവനായ ആൾ പറഞ്ഞു അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചുരുക്കി പറയാം. അന്ന് ഫോൺ വിളിച്ചു എന്ന് പറയുന്ന ഞാൻ എൻ്റെ ഫോണിലല്ല വിളിച്ചിട്ടില്ല, തന്ത്രിയുടെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും അത് ഞങ്ങൾ ആ ഉദ്ദേശത്തിലല്ല എന്ന് പറയാൻ നിഷേധിച്ചാൽ FIR ഇടാൻ പറ്റുമോ? പ്രോസിക്യൂഷൻ എടുക്കാൻ പറ്റുമോ? പ്രോസിക്യൂഷൻ എടുത്താൽ പുറത്താക്കാനുള്ള നടപടിയെ ചെറുത്ത് തോൽപ്പിച്ചു അന്നത്തെ സമരസമിതിയുടെ നേതാവായിട്ടുള്ള കൺവീനറായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർ. അതിനിപ്പോൾ കിട്ടിയ അവസരത്തിൽ ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെന്ന ദിവസം തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതിന് പെരുങ്കള്ളെന്ന് വിളിക്കുകയും ഈ ശ്രീധരൻപിള്ള ദൈവത്തെക്കാൾ മുകളിലാണോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ തരം താണ ഒരു ഏർപ്പാടായിപ്പോയി. ഇത് പാടില്ല. നിങ്ങൾക്ക് ഇപ്പോഴേ കൺവെൻഷനൊക്കെ വിളിച്ചു കൂട്ടിയവരല്ലേ. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസികളായി നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുക. ഇനി വിശ്വാസമില്ലെങ്കിൽ നിയമപ്രകാരമുള്ള നടപടി ഈ കാര്യമല്ല എല്ലാത്തിലും അങ്ങനെ സമീപനം സ്വീകരിക്കട്ടെ. പമ്പയിൽ വിളിച്ചു കൂട്ടിയതിൻ്റെ പേരില്ല, വിശ്വാസത്തിൻ്റെ പേരിലല്ലേ. അല്ല, ആരായാലും അന്നത്തെ സംവിധാനത്തെ മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് തെളിവൊന്നുമില്ല. എനിക്ക് ആരെന്ന് പറയാം. ഞാൻ എൻ്റെ ഒരു നിഗമനം അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പ്രസ്താവന ഇറക്കി. ഞാൻ ചെന്ന ദിവസം തന്നെയാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത്. അങ്ങനെ വന്ന അവസരത്തിൽ അതിൽ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞാൻ പറയാനിടയായത്.